ദി ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത് വളരെ സങ്കീർണവും എന്നാൽ ഏറെ ചിന്തോദ്ദീപകവുമായ ഒരു വിഷയമാണ്. ദൈവിക നീതിയും മനുഷ്യന്റെ പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധം. അതെ, ഖുറാനിലെ 41-ാം അധ്യായമായ സൂറ ഫുസ്സിലത്തിലെ 13 മുതൽ 17 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച മുന്നോട്ടു പോകുന്നത്. ശരിയാണ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു കേന്ദ്ര ചോദ്യമുണ്ട്. അത് വളരെ വ്യക്തമാണ്. ചരിത്രത്തിൽ ദൈവം മനുഷ്യരെ ശിക്ഷിച്ചത് പ്രധാനമായും അവരുടെ ദൈവശാസ്ത്രപരമായ വിശ്വാസങ്ങളുടെയും പ്രവാചക നിഷേധത്തിന്റെയും പേരിലാണോ, അതോ അവരുടെ അഹങ്കാരത്തിന്റെയും സമൂഹത്തിൽ അവർ ചെയ്തുകൂട്ടിയ ദുഷ്പ്രവൃത്തികളുടെയും പേരിലാണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഈ വചനങ്ങൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എന്റെ നിലപാടിതാണ്: മനുഷ്യരെ ശിക്ഷിക്കാൻ കാരണമായത് പൂർണ്ണമായും അവരുടെ അഹങ്കാരവും അന്യായമായ പ്രവൃത്തികളുമാണ്, അല്ലാതെ കേവലമായ വിശ്വാസരാഹിത്യമല്ല. അവർ സമൂഹത്തിൽ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. ആ വിഷയത്തിലെ എനിക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണുള്ളത്. മനുഷ്യരുടെ അഹങ്കാരവും ദുഷ്പ്രവൃത്തികളും യാഥാർത്ഥ്യമാണെങ്കിലും എന്റെ വാദം ഇതാണ്: ഈ ദുഷ്പ്രവൃത്തികളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസരാഹിത്യത്തിൽ നിന്നാണ്. അതിനാൽ ശിക്ഷയുടെ യഥാർത്ഥ മൂലകാരണമെന്ന് പറയുന്നത് അവരുടെ ദൈവശാസ്ത്രപരമായ നിഷേധം തന്നെയാണ്. വളരെ കൃത്യമായി താങ്കൾ ആ നിലപാട് അവതരിപ്പിച്ചു. നമുക്ക് ഈ വചനങ്ങളിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. അതായത്, ഈ അധ്യായം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അത് മനുഷ്യന്റെ ഭൗതികമായ പ്രവൃത്തികളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നതാണ്. അതായത് കർമ്മങ്ങളെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? അതെ, കർമ്മങ്ങൾ തന്നെ. ഉദാഹരണത്തിന് 41:15 ആദ് ഗോത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു നടന്നു എന്നാണ്. അതായത് അവരുടെ പ്രശ്നം കേവലം മനസ്സിലിരിക്കുന്നൊരു വിശ്വാസമല്ല, മറിച്ച് സമൂഹത്തിൽ അവർ കാണിച്ച ഒരുതരം ധിക്കാരമാണ്. അതുപോലെ 41:17 സമൂദ് ഗോത്രത്തിന്റെ കാര്യം പറയുമ്പോഴും അവരെ ഇടിമിന്നൽ പോലൊരു ശിക്ഷ പിടികൂടിയത് അവരുടെ ദുഷ്പ്രവൃത്തികൾ കാരണമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പ്രവാചകനെ അവരംഗീകരിച്ചില്ല എന്നത് ശരിയാണ്, പക്ഷേ ശിക്ഷയ്ക്ക് അർഹരാക്കിയത് അതിൽ നിന്നുണ്ടായ അധികാരഗർവവും മറ്റുള്ളവരോടുള്ള അനീതികളുമാണ് എന്നാണ് ഈ വാചകങ്ങൾ നമ്മോട് പറയുന്നത്. കർമ്മങ്ങൾക്കാണ് അവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത്. താങ്കൾ ആ വചനങ്ങളിലെ പ്രവൃത്തികൾ എന്ന വാക്കിനെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നു. അത് തീർത്തും സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായും. പ്രവൃത്തികളും വിശ്വാസവും പൂർണ്ണമായും വിഭിന്നമായ രണ്ട് കാര്യങ്ങളാണെന്നൊരു വിഭജനം ഇവിടെ സാധ്യമാണോ? 41:14 തിരിഞ്ഞു നോക്കൂ. അവിടെ അവർ പ്രവാചകന്മാരോട് പറയുന്ന വളരെ ധിക്കാരം നിറഞ്ഞ ഒരു മറുപടിയുണ്ട്. ദൈവമുദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു, അതിനാൽ നിങ്ങൾ കൊണ്ടുവന്ന സന്ദേശത്തിൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നവർ തുറന്നടിക്കുന്നു. അതെ, അതൊരു ശക്തമായ പ്രസ്താവനയാണ്. കൃത്യമായി. ഇവിടെ നമ്മൾ കാണുന്നത് കേവലം ഒരു സാമുദായിക പ്രശ്നമല്ല, വളരെ വ്യക്തമായ ഒരു ദൈവശാസ്ത്രപരമായ നിഷേധമാണ്. ദൈവത്തിന്റെ പ്രതിനിധികളെ അവർ തള്ളിക്കളയുകയാണ്. ഈ വചനങ്ങൾ മൊത്തത്തിൽ നമ്മോട് പറയുന്നത് അവിശ്വാസമെന്ന വിത്തിൽ നിന്നാണ് ഈ പറയുന്ന അഹങ്കാരവും ദുഷ്പ്രവൃത്തികളുമെല്ലാം മുളപൊട്ടുന്നതെന്നാണ്. അതുകൊണ്ട് മൂലകാരണമായ വിശ്വാസരാഹിത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അവരുടെ പ്രവൃത്തികളെ മാത്രം വിലയിരുത്താൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ ആ വിത്തിന്റെ ഉപമ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണത്. പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്കും മനുഷ്യന്റെ മനഃശാസ്ത്രത്തിലേക്കും നോക്കുമ്പോൾ ഈ അഹങ്കാരത്തിന്റെ സ്വഭാവം കുറച്ചുകൂടി വ്യക്തമാകും. നമുക്ക് ആദ് ഗോത്രത്തിന്റെ വിഷയം തന്നെ എടുക്കാം. 41:15 അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരുണ്ട്? ഇതൊരിക്കലും ഒരു സാധാരണ ചോദ്യമല്ല. ഇന്നത്തെ ലോകത്ത് വലിയ സൈനിക ശക്തിയോ സാമ്പത്തിക ശേഷിയോ ഉള്ള, തങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കോർപ്പറേറ്റ് ഭീമനെയോ ഒരു വൻശക്തിയായ രാജ്യത്തെയോ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ ഒരു മാനസികാവസ്ഥയായിരുന്നു ആദ് ഗോത്രത്തിന്. തങ്ങളുടെ ഭൗതികമായ ശക്തിയിൽ അവർ പൂർണ്ണമായും അന്ധരായിരുന്നു. ശരിയാണ്, അവർക്ക് വലിയ അധികാരമുണ്ടായിരുന്നു. ദൈവം അവർക്കൊരു കൊടുങ്കാറ്റ് ശിക്ഷയായി നൽകിയത് അവരേറ്റവും കൂടുതൽ അഹങ്കരിച്ച അവരുടെ ഭൗതികമായ ശക്തിയെ മറ്റൊരു ഭൗതിക ശക്തിയായ പ്രകൃതിയെക്കൊണ്ട് തന്നെ ദൈവം തകർക്കുന്നു. അവിടെ തിരുത്തപ്പെടുന്നത് അവരുടെ മതപരമായ വിശ്വാസമല്ല, മറിച്ച് തങ്ങളെക്കാൾ വലിയൊരു ശക്തിയുമില്ലെന്ന അവരുടെ ഈഗോയാണ്. അതാണ് ശിക്ഷയുടെ കാതലെന്നെനിക്ക് തോന്നുന്നു.
ആദ്ഗോത്രത്തിന്റെ ഭൗതികമായ അധികാരഗർവിനെ താങ്കൾ ഇന്നത്തെ ലോകവുമായി ബന്ധിപ്പിച്ചു പറഞ്ഞത് വളരെ മനോഹരമായ ഒരു നിരീക്ഷണമാണ്. അവർക്ക് വലിയൊരു ഈഗോ ഉണ്ടായിരുന്നു എന്നതിൽ എനിക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ താങ്കൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതെന്താണ്? 41:15 അവസാന ഭാഗം നാം ശ്രദ്ധയോടെ വായിക്കേണ്ടതുണ്ട്. അവിടെ പറയുന്നത് അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ടിരുന്നു എന്നാണ്. കേവലമൊരു ഭൗതിക അഹങ്കാരം മാത്രമല്ല അവിടെ നടക്കുന്നത്. ദൈവികമായ തെളിവുകൾ അവരുടെ കൺമുന്നിലുണ്ട്. എന്നിട്ടും അവർ അത് ബോധപൂർവം തള്ളിക്കളയുന്നു. താങ്കൾ പറഞ്ഞ കൊടുങ്കാട്ടിന്റെ കാര്യം തന്നെ എടുക്കാം. ഇഹലോകത്തെ ശിക്ഷ അവരുടെ ഭൗതിക അഹങ്കാരത്തിനുള്ള മറുപടിയായിരിക്കാം. എന്നാൽ 41:16 തന്നെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പരലോകത്തെ ശിക്ഷ ഇതിലും അപമാനകരമായിരിക്കും. ഇഹലോകത്തെ ശിക്ഷ കൊണ്ട് തീരുന്ന ഒന്നല്ല അവരുടെ കുറ്റം. ഭൗതികമായ അഹങ്കാരത്തിനു ഭൗതികമായ ശിക്ഷ നൽകിയാൽ പ്രശ്നം തീരേണ്ടതല്ലേ? അതൊരു ന്യായമായ ചോദ്യമാണ്. എങ്കിലും ഒരു നിമിഷം. എന്നാൽ പരലോകത്തും അവർക്ക് ശിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ തെറ്റ് കേവലം സാമ്പത്തികമോ സൈനികമോ ആയ അഹങ്കാരത്തിനപ്പുറം ആത്മാവിനെ ബാധിച്ച ഒന്നാണ് എന്ന് വ്യക്തമാകുന്നു. ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക എന്നത് പൂർണ്ണമായ ഒരു വിശ്വാസപരമായ പ്രശ്നമാണ്. അവിടെയാണ് എനിക്ക് ചെറിയൊരു വിയോജിപ്പുള്ളത്. ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളയുന്നത് പോലും അവരുടെ അഹങ്കാരത്തിൽ നിന്നുണ്ടായ ഒന്നല്ലേ? തങ്ങൾക്ക് മുകളിൽ മറ്റൊരു ശക്തിയെ, അത് ദൈവമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം അവരെ അനുവദിച്ചില്ല. അതായത് വിശ്വാസമില്ലായ്മയല്ല അഹങ്കാരത്തെ ഉണ്ടാക്കിയത്, മറിച്ച് അഹങ്കാരമാണ് അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിയത്. ഞാനങ്ങനെ കരുതുന്നില്ല. ഇനി നമുക്ക് സമോദ് ഗോത്രത്തിന്റെ ഉദാഹരണത്തിലേക്ക് വരാം. ഇത് വളരെ നിർണായകമായൊരു ഭാഗമാണ്. 41:17 പറയുന്നു, സമൂദ് ഗോത്രത്തിന് നാം വഴികാട്ടൽ നൽകി. അതിനുശേഷം അവർക്ക് ശിക്ഷയായി ഇടിമിന്നൽ പിടികൂടിയത് അവരുടെ ദുഷ്പ്രവൃത്തികൾ കാരണമാണ് എന്നെടുത്തു പറയുന്നുണ്ട്. ഈ വാചകം വളരെ കൃത്യമാണ്. ദൈവം അവരെ ശിക്ഷിക്കുന്നത് കേവലം അവർ വിശ്വസിച്ചില്ല എന്നതുകൊണ്ടല്ല. അവർക്ക് വഴികാട്ടൽ ലഭിച്ചിട്ടും അവർ സമൂഹത്തിൽ ചെയ്തുകൂട്ടിയ പ്രവൃത്തികൾ അത്രത്തോളം നീചമായിരുന്നു. മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നതിനും അവരുടെ കർമ്മങ്ങൾക്കുമാണ് ഇവിടെ പ്രാധാന്യം. തെറ്റായ വിശ്വാസം ഒരാളുടെ ഉള്ളിലൊതുങ്ങുമ്പോൾ അത് വലിയൊരു പ്രശ്നമാകുന്നില്ല. എന്നാൽ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ദുഷ്പ്രവൃത്തികളായി മാറുമ്പോഴാണ് ദൈവിക നീതിപീഠം ഇടപെടുന്നത്. താങ്കളുടെ ആ വാദം കേൾക്കാൻ വളരെ യുക്തിസഹമായി തോന്നാമെങ്കിലും ഈ വചനങ്ങളുടെ ഉള്ളറകളിലേക്ക് കടത്തുമ്പോൾ അത് പൂർണ്ണമായും ശരിയാണെന്നെനിക്ക് തോന്നുന്നില്ല. 41:17 തന്നെ താങ്കൾ പറഞ്ഞ ആ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നതിന് തൊട്ടുമുമ്പ് വളരെ ഗൗരവമുള്ള മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അവർ വഴികാട്ടലിനേക്കാൾ അന്ധതയെ ഇഷ്ടപ്പെട്ടു. ഇതൊരു ചെറിയ കാര്യമല്ല. അതൊരു മാനസികാവസ്ഥയാണ്. അതെ, ഈ അന്ധതയെ തെരഞ്ഞെടുക്കുക എന്നതൊരു പ്രവൃത്തിയല്ല, അതൊരു മനോഭാവമാണ്. സത്യമെന്താണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ബോധപൂർവം അവർ അതിനു നേരെ കണ്ണടയ്ക്കുന്നു. ഇതൊരു വിശ്വാസപരമായ തീരുമാനമാണ്. നേരത്തെ 41:14 അവർ പറഞ്ഞ വാചകം ഓർക്കുക, മലക്കുകൾ വരാത്തതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന്. ശരിയാണ്. അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടല്ല അവർ വിശ്വസിക്കാതിരുന്നത്. തെളിവുകൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിലല്ല വന്നത് എന്ന ധിക്കാരമാണ് അവിടെ കാണിക്കുന്നത്. ആ ധിക്കാരം അടിസ്ഥാനപരമായി ഒരു ദൈവശാസ്ത്രപരമായ പ്രശ്നമാണ്. സത്യത്തെ ബോധപൂർവം നിഷേധിക്കുന്ന ആ ഇരുണ്ട മാനസികാവസ്ഥയിൽ നിന്നാണ് അവരുടെ മറ്റെല്ലാ ദുഷ്പ്രവൃത്തികളും ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിനെ നമുക്കൊരിക്കലും ലഘൂകരിച്ച് കാണാനാകില്ല. അവർ അന്ധതയെ ഇഷ്ടപ്പെട്ടു എന്നതൊരു മാനസികാവസ്ഥയാണെന്ന് താങ്കളുടെ വാദം ശരിയാണ്. എന്നാൽ മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന ആ അന്ധതയേക്കാൾ അത് പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന വിനാശത്തിനാണ് ഈ വചനങ്ങൾ ഊന്നൽ നൽകുന്നത്. ഈ ചർച്ചയുടെ ഗതി തന്നെ നിർണയിക്കുന്നൊരു വലിയ പോയിന്റ് ഇവിടെയുണ്ട്. ദൈവം മനുഷ്യരെ ശിക്ഷിക്കുന്നത് അവർ ദൈവത്തെയോ പ്രവാചകനെയോ അംഗീകരിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടല്ല. അവിശ്വാസത്തെയും പ്രവൃത്തിയെയും വേർതിരിച്ചു കാണാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കളത് വേർതിരിക്കുന്നത്? ഒരാൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. ലോകചരിത്രത്തിൽ എത്രയോ സമൂഹങ്ങൾക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ദൈവം അപ്പോൾ ഇടിമിന്നലിറക്കി നശിപ്പിച്ചില്ലല്ലോ. എന്നാൽ എപ്പോഴാണോ ആ വിശ്വാസങ്ങൾ അഹങ്കാരമായി മാറി അവർ ഭൂമിയിൽ അന്യായമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മാത്രമാണ് ശിക്ഷ അവരെ തേടിയെത്തുന്നത്. വിശ്വാസം എന്നത് വ്യക്തിപരമാണ്. അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. എന്നാൽ അഹങ്കാരവും ദുഷ്പ്രവൃത്തികളും അങ്ങനെയല്ല.
അത് സമൂഹത്തെ ബാധിക്കുന്നതാണ്. അത്തരം അനീതികൾക്കെതിരെയാണ് 41:13 പറയുന്നതുപോലുള്ള കഠിനമായ ശിക്ഷകൾ ഉണ്ടാകുന്നത്. താങ്കൾ വീണ്ടും പഴയ ആ വിത്തിന്റെയും മരത്തിന്റെയും ഉദാഹരണത്തിലേക്ക് തന്നെയാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വിത്ത് അവിടെയുണ്ടെങ്കിലും മരം വിഷക്കായകൾ പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് വെട്ടിമാറ്റുന്നത് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അതൊരു നല്ല വാദമാണ്. അതെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു വിഷവിത്തിൽ നിന്ന് എങ്ങനെയാണ് നല്ലൊരു മരമുണ്ടാകുന്നത്? ഈ പ്രവൃത്തികളുടെ ഉത്ഭവത്തെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അവിശ്വാസം എന്ന വിത്തിൽ നിന്നാണ് ഈ അഹങ്കാരവും അടിച്ചമർത്തലും ഉണ്ടാകുന്നത്. വിത്ത് കേവലം മണ്ണിൽ കിടക്കുമ്പോൾ അതാർക്കും ദോഷം ചെയ്യില്ലായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് മുളപൊട്ടുന്ന പ്രവൃത്തികൾ വിനാശകരമാകുമ്പോൾ നാം ആ ചെടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ആ വിത്തിന്റെ സ്വഭാവം തന്നെയാണ് ആ ചെടി കാണിക്കുന്നത്. അതൊരു കൗതുകകരമായ ചിന്തയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുന്നത് ബാഹ്യമായ പ്രവൃത്തികൾക്കാണെങ്കിൽ പോലും ആ പ്രവൃത്തികളുടെ യഥാർത്ഥ ഉത്തരവാദി ആ അടിസ്ഥാനപരമായ അവിശ്വാസമാണ്. ദൈവശാസ്ത്രപരമായ വ്യതിയാനത്തെ ശിക്ഷയുടെ അടിസ്ഥാന കാരണത്തിൽ നിന്നും നമുക്കൊരിക്കലും മാറ്റി നിർത്താനാകില്ല. വിശ്വാസമില്ലായ്മ തന്നെയാണ് കാലക്രമേണ അഹങ്കാരമായി പരിണമിക്കുന്നത്. വിത്തിന്റെ ഉപമ നമ്മൾ ഒരുപാട് വിശകലനം ചെയ്തു കഴിഞ്ഞു. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, വിത്തും ചെടിയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം നിർണായകമാണെങ്കിൽ എല്ലാ അവിശ്വാസികളും അഹങ്കാരികളും ദുഷ്ടരുമാകേണ്ടതല്ലേ? എന്നാൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഒരു വിത്ത് എപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ തന്നെ വളരണമെന്ന് നിർബന്ധമില്ല. അത് ശരിയാണ്. എന്നാൽ ഇവിടെ പറയുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. ഖുർആനിലെ ഈ വചനങ്ങൾ ആവർത്തിച്ച് അവരുടെ കർമ്മങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് നമ്മൾ കാണാതിരിക്കരുത്. ആദ് ഗോത്രത്തിന്റെ കാര്യത്തിൽ അവർ മറ്റുള്ളവരെ അടിച്ചമർത്താൻ തങ്ങളുടെ ശക്തി ഉപയോഗിച്ചു. അത് കേവലം ഒരു വിശ്വാസപ്രശ്നമല്ല, അത് ലോകത്തോടുള്ള അവരുടെ സമീപനമാണ്. അധികാരമുള്ളപ്പോൾ മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അവർ പ്രവാചകന്മാരോട് വിയോജിച്ചു എന്നത് സത്യമാണ്. എന്നാൽ അവരെ നശിപ്പിച്ചത് ആ വിയോജിപ്പല്ല, മറിച്ച് തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവർ സൃഷ്ടിച്ച അനീതികളാണ്. ശിക്ഷയുടെ സ്വഭാവം നോക്കൂ. തങ്ങൾ ഏറ്റവും വലിയ ശക്തിയാണെന്ന് വിശ്വസിച്ച ഒരു ജനതയ്ക്ക് അവരുടെ അതേ ഭൗതിക തലത്തിൽ നൽകിയ തിരിച്ചടിയാണ് ആ കൊടുങ്കാറ്റ്. അത് അവരുടെ ഭൗതികമായ ദുഷ്പ്രവൃത്തികൾക്കും അഹങ്കാരത്തിനും കൃത്യമായി അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ബൗദ്ധികമായ അഹങ്കാരത്തിന് ഭൗതികമായ ശിക്ഷ എന്ന താങ്കളുടെ നിരീക്ഷണം വളരെ ലളിതവും ആകർഷകവുമാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ് സമൂദ് ഗോത്രങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു സാധാരണ ഭരണകൂട ഭീകരതയല്ല. 41:14 പറയുന്നുണ്ട്, പ്രവാചകന്മാർ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വന്ന് സന്ദേശം നൽകിയെന്ന്. അതെ, അവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അതായത് അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള എല്ലാ അവസരങ്ങളും തെളിവുകളും നൽകപ്പെട്ടിരുന്നു. അവരെ ഇരുട്ടിൽ നിർത്തിയിരുന്നില്ല. എന്നിട്ടും അവർ അന്ധതയെ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പാണ് അവരുടെ ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തി. ഒരു വ്യക്തി സത്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അതിനെ നിഷേധിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് വലിയൊരു ധിക്കാരമാണ്. ആ ധിക്കാരമാണ് പിന്നീട് ഭൗതികമായ ഗർവായി പുറത്തുവരുന്നത്. അതുകൊണ്ട് അവരുടെ ദുഷ്പ്രവൃത്തികളെ അവരുടെ വിശ്വാസപരമായ ധിക്കാരത്തിൽ നിന്നും അടർത്തിമാറ്റാൻ കഴിയില്ല. ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുക, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാലിനെ അംഗീകരിക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയൊരു ദുഷ്പ്രവൃത്തി ഈ ലോകത്തെന്താണുള്ളത്? അതാണ് ഏറ്റവും വലിയ അനീതി. ആ അനീതിയിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ അനീതികളും ഉണ്ടാകുന്നത്. ആ വാദം വളരെ ശക്തമാണ്. സൃഷ്ടാവിനെ നിഷേധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനീതി എന്ന ചിന്ത തീർച്ചയായും ഈ വചനങ്ങളുടെ ഒരു ആഴത്തിലുള്ള വായനയാണ്. നമ്മൾ ഈ ആശയവിനിമയത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം വളരെ ഗൗരവമുള്ള ചില ചിന്തകളാണ് മുന്നോട്ട് വെച്ചത്. മനുഷ്യന്റെ അഹങ്കാരവും സമൂഹത്തോടുള്ള അന്യായമായ ദുഷ്പ്രവൃത്തികളും വലിയൊരു വീഴ്ചയാണെന്നും അത് ദൈവിക ശിക്ഷയ്ക്ക് കാരണമാകുമെന്നുമുള്ളതിൽ നമ്മൾ രണ്ടുപേരും പൂർണ്ണമായും യോജിക്കുന്നുണ്ട്. ആദ് ഗോത്രത്തിന്റെ അധികാരഗർവവും സമൂദ് ഗോത്രത്തിന്റെ തെറ്റായ പ്രവൃത്തികളും അവർക്കെങ്ങനെ നാശം വരുത്തിവെച്ചു എന്ന് ഈ വചനങ്ങൾ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നു. അധികാരവും സമ്പത്തും മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കാമെന്നതിന്റെ എക്കാലത്തെയും മികച്ച ഉദാഹരണങ്ങളാണിതാ. അതെ, തീർച്ചയായും. എന്നാൽ എന്റെ നിലപാട് ഞാൻ വീണ്ടും വ്യക്തമാക്കുന്നു. ഈ വചനങ്ങൾ പ്രധാനമായും ഊന്നൽ നൽകുന്നത് മനുഷ്യന്റെ കർമ്മങ്ങൾക്കാണ്,
അവർ സമൂഹത്തിൽ ചെയ്തുകൂട്ടിയ അനീതികൾക്കും ദുഷ്പ്രവർത്തികൾക്കുമാണ് ദൈവീക നീതിപീഠത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നത് ഈ പ്രപഞ്ചത്തിൽ വളരെ പ്രധാനമാണ്. തീർച്ചയായും അഹങ്കാരവും ദുഷ്പ്രവൃത്തികളുമാണ് ശിക്ഷയുടെ ഏറ്റവും പ്രകടമായ ബാഹ്യകാരണങ്ങളെന്നതിൽ എനിക്കും യാതൊരു തർക്കവുമില്ല. ആ ബാഹ്യ പ്രകടനങ്ങളാണ് നാം ആദ്യം കാണുന്നത്. എന്നാൽ എന്റെ നിലപാടിൽ ഞാൻ മാറ്റം വരുത്തുന്നില്ല. ഈ പ്രവൃത്തികൾക്ക് പിന്നിലെ വിശ്വാസരാഹിത്യത്തെ, ആ വലിയ ശൂന്യതയെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അവർ വഴികാട്ടലിനേക്കാൾ അന്ധതയെ ബോധപൂർവം തിരഞ്ഞെടുത്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സത്യത്തെ നിഷേധിക്കുന്ന ആ അടിസ്ഥാനപരമായ അഹങ്കാരവും ധിക്കാരവുമാണ് പിന്നീട് സമൂഹത്തിൽ വലിയ ദുഷ്പ്രവൃത്തികളായി പടർന്നു പിടിക്കുന്നത്. അതിനാൽ ശിക്ഷയുടെ യഥാർത്ഥ മൂലകാരണം അവരുടെ ദൈവശാസ്ത്രപരമായ നിഷേധം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും പ്രവൃത്തിയും വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ാക്കാൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ എത്രത്തോളം അനിവാര്യമാണെന്ന് ഇന്നത്തെ ഈ വിശകലനം തെളിയിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ലളിതമെന്ന് തോന്നുന്ന ഖുറാനിലെ ഈ വചനങ്ങളിൽ മനുഷ്യ മനഃശാസ്ത്രത്തിന്റെയും ദൈവീക നീതിയുടെയും എത്രമാത്രം ആഴത്തിലുള്ള അർത്ഥതലങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നാം കണ്ടു. അഹങ്കാരം കൊണ്ടാണോ അതോ വിശ്വാസമില്ലായ്മ കൊണ്ടാണോ എന്ന ഈ ചോദ്യം മനുഷ്യന്റെ അസ്തിത്വത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണ്. ഈ വചനങ്ങളിൽ ഇനിയും ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും ധാരാളം കാര്യങ്ങളുണ്ട്. അതെ, കേവലം ഉപരിപ്ലവമായൊരു വായനയിൽ ഒതുങ്ങുന്നതല്ല ഈ ആശയങ്ങൾ. മനുഷ്യന്റെ ചിന്തകളും അവന്റെ പ്രവൃത്തികളും തമ്മിലുള്ള അദൃശ്യവും എന്നാൽ വളരെ ശക്തവുമായ ആ ബന്ധം മനസ്സിലാക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച കേൾക്കുന്നവർക്കും ഈ വിഷയത്തിൽ സ്വന്തമായി കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഇതൊരു വലിയ പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആത്യന്തികമായ ശരി ഏതെങ്കിലും ഒരു ഭാഗത്താണെന്ന് പ്രഖ്യാപിക്കാൻ നമ്മളിവിടെ മുതിരുന്നില്ല. മറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പുതിയ തലങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു വഴി തുറന്നിടുക മാത്രമാണ് നാം ചെയ്തത്. ചിന്തോദ്ദീപകമായ ഈ വിശകലനത്തിൽ പങ്കെടുത്തതിനും തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ ഈ വചനങ്ങളെ കാണാൻ സഹായിച്ചതിനും താങ്കൾക്കു നന്ദി. ഇത് ദി ഡിബേറ്റ്. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.